Today we are going to study the Holy Baptism. Which is the first sacrament received in the church, Holy Baptism. വിശുദ്ധ സഭയിൽ നിന്ന് നമുക്ക് ആദ്യമായി ലഭിക്കുന്ന കൂദാശ ഏതാണ്? വിശുദ്ധ മാമോദിസ. വാട്ട് ആർ ദി സാക്രമെൻറ്റ്സ് വിച്ച് വി റിസീവ് എലോങ് വിത്ത് ദ ബാപ്റ്റിസം? ബാപ്റ്റിസത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്ന കൂദാശകൾ ഏതെല്ലാം? വിശുദ്ധ മൂറോനും വിശുദ്ധ കുർബാനയും. ദ ഹോളി മൂറോൻ ആൻഡ് ഹോളി കുർബാന. വാട്ട് ഈസ് ബാപ്റ്റിസം? മാമോദിസ എന്നാൽ എന്ത്? വിശുദ്ധ മാമോദിസ എന്നത് സൃഷ്ടിയുടെ നഷ്ടപ്പെട്ട സൗന്ദര്യവും വിശുദ്ധിയും റീസ്റ്റോർ ചെയ്യുകയും റിന്യൂ ചെയ്യുകയും ചെയ്യുന്നതാണ്. ബാപ്റ്റിസം ഈസ് റീസ്റ്റോർ ആൻഡ് റിന്യൂ ഓഫ് ദി ക്രിയേഷൻ ടു ഇറ്റ്സ് ഒറിജിനൽ ബ്യൂട്ടി ആൻഡ് സാനിറ്റി. സെക്കൻഡ് പോയിന്റ്, വീണുപോയ മനുഷ്യൻ്റെ പാരഡൈസിലേക്കുള്ള റീ എൻട്രിയാണ് മാമോദിസ എന്നത്. ഇറ്റ്സ് റീ എൻട്രി ഇൻ ടു ദ പാരഡൈസ്. തേർഡ് പോയിന്റ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. ലീഡിങ് എ ലൈഫ് റൂട്ടഡ് ഇൻ ദ ക്രൈസ്റ്റ്. ഫോർത്ത് പോയിന്റ്, വിശുദ്ധ മാമോദിസയുടെ എല്ലാ പ്രാർത്ഥനകളും ഹോളി ട്രിനിറ്റിയുടെ നാമത്തിലാണ്. ദ പ്രേയേഴ്സ് ആർ കണ്ടക്റ്റഡ് ഇൻ ദ നെയിം ഓഫ് ഹോളി ട്രിനിറ്റി. ഫിഫ്ത്ത് പോയിന്റ്, ഈ കൂദാശ അതായത് വിശുദ്ധ മാമോദീസ എന്നത് ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. സിക്സ്ത് പോയിന്റ്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യവും വിശുദ്ധ പൗലോസ് ലിഹ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യവും വിശുദ്ധ മാമോദീസയുടെ വേദപുസ്തക അടിസ്ഥാനങ്ങളാണ്. Sacrament is based on the commandment of our Lord, St. John 3 verses 5 and Romans 6 verses 4. The graces we receive in the baptism. വിശുദ്ധ മാമോദിസയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ ഈസ് റീബർത്ത്, അഡോപ്ഷൻ, ദ സ്പിരിച്വൽ ഗിഫ്റ്റ്, റിഡംഷൻ ഫ്രം സിൻ, ഇറ്റേണൽ ലൈഫ്. The first one is rebirth. What is rebirth? The child who is born from the parents biologically is born again by water and spirit through the womb of baptismal font as the child of God. ഒരു കുഞ്ഞ് ബയോളജിക്കലി മാതാവിൽ നിന്ന് ജനിച്ചുവെങ്കിലും സഭാമാതാവിൻ്റെ ഉദരമായ മാമോദിസ തൊട്ടിയിൽ നിന്നും ഉള്ള ജനനത്തെയാണ് റീബർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് അഡോപ്ഷൻ. ഒരു കുഞ്ഞ് മാമോദിസ മുങ്ങുന്നതിലൂടെ അബ്ബ പിതാവേ എന്ന പുത്രത്വത്തിൻ്റെ അധികാരമാണ് ലഭിക്കുന്നത്. ദ വൺ ഹു ഈസ് ബാപ്റ്റൈസ്ഡ് ഈസ് ബിക്കംസ് ദ സൺ ഓർ ഡോട്ടർ ഓഫ് ഗോഡ് ബൈ അഡോപ്ഷൻ. ഹി ഓർ ഷീ ഹാസ് ദ ഫ്രീഡം ടു സേ അബ്ബ ഫാദർ. Romans 8 verses 15. Third one, the spiritual gift. വിശുദ്ധ മാമോദിസയിൽ വിശുദ്ധ മൂറോൻ പൂശുന്നത് മൂലം മാമോദിസ മുങ്ങുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുന്നു. ദ മൂറോൻ അഡ്മിനിസ്ട്രേറ്റഡ് ആഫ്റ്റർ ബാപ്റ്റിസം ട്രാൻസ്ഫോംസ് ദ ബാപ്റ്റിസൻറ്റ് ടു ബിക്കം ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹി ഓർ ഷീ പുട്സ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. The fourth point, redemption from sin. Anyone born into this world inherits the Adamite sin. Though through baptism, he or she is redeemed from Satan and sin. Therefore, if any man be in Christ, he is a new creature. All things are passed away. 1 Corinthians 5 verses 15. ഒരു വ്യക്തി ഈ ലോകത്ത് ജനിക്കുമ്പോൾ ആദാമൈറ്റ് സിൻ അവനിലുണ്ട്. ഒരുവൻ ബാപ്റ്റിസത്തിലൂടെ അവൻ്റെ ആദാമ്യ പാപത്തെ ഇല്ലാതാക്കി തീർക്കുന്നു. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി. വിശുദ്ധ മാമോദിസയിലൂടെ അവൻ്റെ കുഞ്ഞിൻ്റെ ആദാമ്യ പാപത്തെ
ഇല്ലാതെയാക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റേണൽ ലൈഫ്. The baptism who receives the baptism acquires the graces of the Holy Spirit by being anointed with holy muron and partakes in the body and blood of the Lord through the Holy Kurbana. ഇറ്റേണൽ വിശുദ്ധ മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. വിശുദ്ധ മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് RASRE. R stands for rebirth, A stands for adoption, S stands for spiritual gift, R stands for redemption from sin, E stands for eternal life. RASRE. The procedure of the service of baptism is as follows. First one is preparation for baptism, second dedication, 3 christening, 4 exorcism, fifth one proclamation of faith, sixth act of sealing, 7 washing with consecrated water, 8 anointing with muron, 9 administration of the Holy Kurbana, 10 benediction and dismissal. The first one, the preparation for baptism. എന്താണ് മാമോദിസയുടെ ഒരുക്കങ്ങൾ? The parents and the godfather of the infant to be baptized need to undertake fasting and prayer and receive the Holy Kurbana after confession. മാമോദിസ മുങ്ങുന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കളും ഗോഡ്ഫാദറും വിശുദ്ധ കുംഭസാരത്തോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിച്ചിരിക്കണം. Second one, the dedication. The infant who is a gift of the God is dedicated in the church, and this is ritual which is existed in the Jewish church. Third one, christening. According to the tradition, the baptized is given a Christian name. The baptized is given a Christian name. The fourth one is exorcism. വിശുദ്ധ മാമോദിസയുടെ നാലാമത്തെ പ്രൊസീജിയറാണ്. Exorcism, the prayers to redeem the baptized from the bondage of Satan and sin are incorporated in the baptism service. സാത്താനെയും പാവത്തെയും ഉപേക്ഷിക്കുകയാണ് ഈ ബാപ്റ്റിസത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്രിയ ആയ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെക്കുറിച്ചുള്ള സകല ഭയത്തെയും സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദിസ മുങ്ങുന്ന സക്രിയ ആയ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെക്കുറിച്ചുള്ള സകല ഭയത്തെയും സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. ഇനി കൈവിട്ടോളൂ. കിഴക്കോട്ട് കുഞ്ഞിൻ്റെ മുഖമാകത്തക്കവണ്ണം നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞെടുക്കുക. വലത് കൈ കൊണ്ട് വലത് കൈ പിടിച്ചാൽ. വിശുദ്ധ മാമോദിസയുടെ അഞ്ചാമത്തെ പ്രൊസീജിയറാണ് ദ പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്. ദ ഫെയ്ത്ത് in the Christ is publicly declared by the person who is receiving in the baptism in the case of adults, or the mediator in case of infants. വിശ്വാസത്തെ പരസ്യമായി ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ദൈവികമായി നിവർമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ഞാൻ ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദിസ മുങ്ങുന്ന സക്രിയ ആയ ഞാൻ മിശിഹാതമ്പുരാനെയും എന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും ലീഗന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ഞാൻ ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദിസ മുങ്ങുന്ന സക്രിയ ആയ ഞാൻ മിശിഹാതമ്പുരാനെയും എന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും ലീഗന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള
സകല ഉപദേശങ്ങളിലും ഞാൻ ചേർന്ന് വിശ്വസിക്കുന്നു. കൈവിട്ടോളൂ, കിഴക്കോട്ട് നോക്കി നിന്നാണ്. ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും നിത്യജീവനായിട്ട് മുദ്രകുത്തപ്പെടുന്നു. The sixth procedure, act of sealing. The baptizant is sealed 3 times on the forehead in the names of the Holy Trinity, first without oil, second with the blessed oil, and third with the holy chrism. Seventh procedure, washing with the consecrated water. The water is poured with baptismal font, and after prayers and the blessing of water, the holy muron is poured into it. ഇത് ബാപ്റ്റിസത്തിന്റെ 8ാമത്തെ പ്രൊസീജിയറാണ്, അനോയിറ്റിംഗ് വിത്ത് മുറോൻ. ആഫ്റ്റർ ഗെറ്റിംഗ് വാഷ്ഡ് ഇൻ ഓർ സ്പ്രിങ്കിൾഡ് വിത്ത് ദ കോൺസെക്രേറ്റഡ് വാട്ടർ, the baptism is sealed and anointed with the holy muron. The whole body is anointed in the case of a child. കുഞ്ഞിനെ വിശുദ്ധ മൂറോൻ പൂശുകയാണ് ചെയ്യുന്നത്. The 9th procedure, the administration or receiving of the Holy Qurbana. Holy Qurbanയുടെ സ്വീകരണമാണ്. In the Orthodox tradition, the baptized person receives the Holy Qurbana immediately. The words of the Lord, abide in me and I in you. John 15 verses 3. ഇത് ബാപ്റ്റിസത്തിന്റെ 10ാമത്തെ പ്രൊസീജിയറാണ്, benediction and dismissal. The service is concluded by giving advice about the grooming of the baptized person. The priest prescribes the duties of godfather, godmother as well. The baptized person becomes the part of the church and the brother or sister of the Jesus Christ. ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്നേക്കും നിന്നിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നിന്ന് നീ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധ മൂറോനോടുകൂടെ പരിശുദ്ധ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും പിന്നെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നീ സമാധാനത്തോടെ പോവുക. ആചാര്യൻ വഴിയായാദ്യം നൽകിയതാം മകുടം യോഗ
Hope you are understood this chapter. Thank you.